സ്റ്റാർട്ട്. ഈശോയിലേറെ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, പള്ളിയുടെ മണിനാദം കേൾക്കുമ്പോൾ നിങ്ങൾ പള്ളിയിലേക്ക് വരുന്നു. ഇന്ന് രാവിലത്തെ കുർബാന 6:30-ക്കാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. അപ്പോൾ നിങ്ങൾ പള്ളിയിലേക്ക് വരുന്നു. പക്ഷേ നിങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ പലരും നിങ്ങളോട് ചോദിച്ചേക്കാം, നിങ്ങൾ എന്തിനാണ് പള്ളിയിലോട്ട് പോകുന്നത്? ദൈവത്തെ അറിയാത്ത പലരും ചിലപ്പോൾ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയായിരിക്കാം, എന്തുമാകട്ടെ, ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കാം, നിങ്ങൾ എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? നിങ്ങൾ അതിന് ഉത്തരം കൊടുക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്നു, നിങ്ങൾക്ക് അതിൽ നിന്നും എനർജി ലഭിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ആത്മാവിനും ശക്തി ആവശ്യമാണ്, നിങ്ങളുടെ ആത്മാവിനും പോഷണം ആവശ്യമാണ്. ഈ പോഷണം നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. അപ്പോൾ നിങ്ങൾ പറയണം, ഞങ്ങൾ പള്ളിയിലോട്ട് വരുന്നത് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാനാണ്. ആ വിശുദ്ധ കുർബാനയിലൂടെ ഈശോ തന്നെ മുറിച്ച് ഞങ്ങൾക്ക് നൽകുന്നു, തന്നെ പകുത്ത് നമുക്ക് നൽകുന്നു. അത് സ്വീകരിക്കുന്നതിലൂടെ ഞങ്ങളുടെ ആത്മാവിന് പോഷണം ലഭിക്കുന്നു. നാം ഇപ്പോൾ ക്രിസ്മസിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. യേശു നമുക്ക് വേണ്ടി മനുഷ്യനായി പിറന്നു. നമുക്ക് വിശുദ്ധ കുർബാന നൽകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വണ്ടി തരാൻ, അല്ലെങ്കിൽ നല്ല ഭവനം തരാൻ, ഇതിനൊന്നും വേണ്ടി ഈശോയ്ക്ക് ഒത്തിരി ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷേ നമ്മുടെ പാപം ക്ഷമിക്കാൻ വേണ്ടി ഈശോ നമുക്ക് വേണ്ടി മരിച്ചു. നമ്മുടെ ഇടയിൽ ചില വ്യക്തികളുടെ ഇടയിലുള്ള ചില വിശ്വാസമുണ്ട്. അതായത് കോഴിയുടെ ചങ്കിലെ ചോര അത് കണ്ടിട്ട് ഭാവി പറയുന്ന ചില ആൾക്കാർ. അപ്പോൾ ഹെബ്രായർക്കുള്ള ലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കാളയുടെയോ കുഞ്ഞാടിന്റെയോ രക്തം മൂലം മനുഷ്യന്റെ പാപം നീക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത്. നാം വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാനായി ദേവാലയത്തിലേക്ക് വരുന്നു. ഈശോയെ നാം അവിടെ കണ്ടുമുട്ടുന്നു. പരിശുദ്ധ കന്യകാമറിയം ഈശോയ്ക്ക് ഒരു പ്രാവശ്യം ജന്മം കൊടുത്തു. എന്നാൽ ഒരു പുരോഹിതൻ ഓരോ ദിവസവും ഈശോയ്ക്ക് ജന്മം കൊടുക്കുന്നുണ്ട്. ഓരോ വിശുദ്ധ കുർബാനയിലും ഈശോ ജനിക്കുകയാണ്. ഈശോ നമ്മെ സന്ദർശിക്കുന്നു. അബ്രാഹാം ദൈവത്തെ അറിയാത്ത മനുഷ്യനായിരുന്നു, വിഗ്രഹം കൈത്തൊഴിലായി സ്വീകരിച്ചിരുന്ന വ്യക്തി. എന്നാൽ ഈശോ ദൈവത്തെ കണ്ടുമുട്ടിയ നിമിഷം മുതൽ അദ്ദേഹത്തിന്റെ ജീവിതം പൂർണ്ണമായി മാറ്റപ്പെടുകയാണ്, ദൈവത്തിൻ്റെതായി മാറുകയാണ്. പിന്നീട് ദൈവം അബ്രഹാത്തെ വന്ന് സന്ദർശിക്കുന്നുണ്ട് 3 വ്യക്തികളിലൂടെ. ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും ദൈവം നമ്മെ സന്ദർശിക്കുകയാണ്, നമ്മുടെ അടുത്തേക്ക് വരികയാണ്. നാം എപ്പോൾ ഈശോയെ സ്വീകരിക്കുന്നു, ഈശോ നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുകയാണ്. ഈശോ ജനിച്ചത് കാലിത്തൊഴുത്തിലാണ്. ഈശോയ്ക്ക് സ്വന്തമായ ഒരു ഭവനമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ നാം ജനിച്ചത് നമ്മുടെ വീടുകളിൽ, ആശുപത്രികളിൽ. നമുക്ക് ജനിക്കാനായി നമുക്ക് ഒരു ഭവനം ഉണ്ടായിരുന്നു. ചിലർ ഹോസ്പിറ്റലിലൊക്കെയാണ് ജനിച്ചത്. എന്നാൽ ഈശോയ്ക്ക് അങ്ങനെ ഒന്നും ഉണ്ടായില്ല, കാലിത്തൊഴുത്തിലാണ് ജനിച്ചത്. നാം ഈ ക്രിസ്മസിന് നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ഒരുക്കാം. കാരണം ഈശോ നമ്മുടെ ഹൃദയത്തിൽ വരേണ്ടിയിരിക്കുന്നു, നമ്മുടെ ഹൃദയത്തിൽ ഈശോ പിറക്കേണ്ടിയിരിക്കുന്നു. അന്ത്യനാളുകളിൽ ഇസ്രായേൽ ജനതയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സക്കറിയ 23:8 പറയുന്നുണ്ട്, ആ നാളുകളിൽ യൂതന്റെ അങ്കിയിൽ പിടിച്ച് ജനം പറയും, ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്, കാരണം നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. നമ്മെ നോക്കി മറ്റുള്ളവർ പറയാൻ സാധിക്കണം, ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്, കാരണം നിങ്ങളുടെ ഉള്ളിൽ ദൈവമുണ്ട്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഈശോയെ സ്വീകരിക്കുന്ന നമ്മെ നോക്കി മറ്റുള്ളവരും പറയണം, നമ്മുടെ ഉള്ളിൽ ദൈവമുണ്ട്. ക്രിസ്മസിന് നാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ പിറക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.